ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SSLC ICT പ്രാക്ടിക്കൽ എക്സാമിന് QGIS സോഫ്റ്റ്വെയറിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കാം. A model of a resource map with file name localmap.qgis is provided in the folder QGIS projects in exam documents in home. Open the file in QGIS desktop software and mark a river originating from the forest area of the map and passing through what tree. As per the instructions given below, create a new layer called river above the house layer. Layer type line, attributes name, width, length. On this layer, mark a river starting from forest and passing through what tree. Save this resource map as an image file in the folder exam done in home with your register number underscore question number as file name. Hint: to save an image file, use the project save as image option in the menu bar. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വിഭവ ഭൂപടത്തിൻ്റെ മാതൃക ഹോമിലെ എക്സാം ഡോക്യുമെൻസിലുള്ള QGIS പ്രൊജക്ട്സ് എന്ന ഫോൾഡറിൽ ലോക്കൽ മാപ്പ് .qgs എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ QGIS ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ഭൂപടത്തിലെ വനമേഖലയിൽ നിന്നും അഥവാ ഫോറസ്റ്റിൽ നിന്നും ഉത്ഭവിച്ച് വാർഡ് 3-ൽ കൂടി കടന്നു പോകുന്ന ഒരു നദി ചുവടെ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അടയാളപ്പെടുത്തുക. ഹൗസ് ലെയറിന് മുകളിലായി റിവർ എന്ന പേരിൽ ഒരു പുതിയ ലെയർ നിർമ്മിക്കുക. ലെയർ ടൈപ്പ് ലൈന്, ആട്രിബ്യൂട്ട്സ് നെയിം, വിഡ്ത്ത്, ലെങ്ത്. ഈ ലെയറിൽ ഫോറസ്റ്റിൽ നിന്നും തുടങ്ങി വാർഡ് 3-ൽ കൂടി കടന്നു പോകുന്ന ഒരു നദി അടയാളപ്പെടുത്തുക. ഈ വിഭവ ഭൂപടം ഒരു ചിത്ര ഫയലായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ എന്ന പേരിൽ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. സൂചന: ചിത്ര ഫയലായി സേവ് ചെയ്യുന്നതിന് മെനു ബാറിലെ പ്രൊജക്റ്റ് സേവ് ആസ് ഇമേജ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുക. ഈ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ചോദ്യം ആദ്യം ഒന്ന് മിനിമൈസ് ചെയ്ത് വെക്കാം. അതിനുശേഷം അപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, QGIS ഡെസ്ക്ടോപ്പ് എന്ന രീതിയിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. തുറന്നു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടിപ്പ് ബോക്സ് അവൈലബിൾ ആണ്. അത് നമുക്ക് ഓക്കെ കൊടുത്ത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹോമിലെ എക്സാം ഡോക്യുമെൻസിലുള്ള QGIS പ്രൊജക്ട്സ് എന്ന ഫോൾഡറിലെ ലോക്കൽ മാപ്പ് .qgs ഓപ്പൺ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ പ്രൊജക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. പ്രൊജക്റ്റ് മെനുവിലെ ഓപ്പൺ എന്ന ഓപ്ഷനിലൂടെയാണ് നമ്മൾ ഇവിടെ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. പ്രൊജക്റ്റ് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോൾഡേഴ്സ് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ഹോം ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഡെസ്ക്ടോപ്പിന് മുകളിലുള്ള ഹോം ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ എക്സാം ഡോക്യുമെൻറ്റ്സ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ QGIS പ്രൊജക്ട്സ് എന്ന് പറയുന്നൊരു ഫോൾഡർ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അവിടെയും നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് നമുക്ക് ലോക്കൽ മാപ്പ് .qgs എന്നൊരു ഫയൽ നമുക്ക് കാണാം. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യാം. ആദ്യമായി പറഞ്ഞിരിക്കുന്നത് ഹൗസ് ലെയറിന് മുകളിലായി റിവർ എന്ന പേരിൽ പുതിയൊരു ലെയർ നിർമ്മിക്കുക എന്നതാണ്. അപ്പോൾ നമുക്ക് ഹൗസ് ലെയർ ഇവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതാണ് ലെയർ പാനൽ. അവിടെ നമ്മൾ ഹൗസസ് എന്ന് കാണുന്ന ഒരു ഭാഗം കാണാം. ഈ ഹൗസ് ലെയറിൽ മുകളിലായിട്ടാണ് നമുക്ക് റിവർ ലെയർ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലെയർ, ക്രിയേറ്റ് ലെയർ, ന്യൂ ഷേപ്പ് ഫയൽ ലെയർ എന്ന രീതിയിൽ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യാം. ലെയർ, ക്രിയേറ്റ് ലെയർ, ന്യൂ ഷേപ്പ് ഫയൽ ലെയർ. ഒന്നുകൂടി പറയാം, ലെയർ, ക്രിയേറ്റ് ലെയർ, ന്യൂ ഷേപ്പ് ഫയൽ ലെയർ എന്ന രീതിയിലാണ് നമ്മൾ ഈ വിൻഡോ ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ടൈപ്പ് അതുപോലെ തന്നെ ആട്രിബ്യൂട്ട്സും കൊടുക്കേണ്ടതുണ്ട്. ചോദ്യത്തിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഏത് ടൈപ്പാണ്, അതുപോലെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്ന് ഇവിടെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലൈൻ ടൈപ്പാണ് നമുക്ക് വേണ്ടത്. അതുപോലെ ആട്രിബ്യൂട്ട്സ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ന്യൂ ഫീൽഡ് എന്ന ഭാഗത്താണ് ആട്രിബ്യൂട്ട്സ് വേണ്ടത്. നെയിം, വിഡ്ത്ത്, ലെങ്ത്, ഈ 3 ആട്രിബ്യൂട്ടുകളാണ് നമുക്ക് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമായി നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഇവിടെ ഉൾപ്പെടുത്തുകയാണ്. നെയിം എന്ന് എഴുതുന്നു. നെയിം എന്ന് പറയുന്നതിൻ്റെ ടൈപ്പ് നമ്മൾ കൊടുക്കേണ്ടതിന് നെയിമിൽ സാധാരണ നമ്മൾ പേര് ടെക്സ്റ്റ് രൂപത്തിലുള്ള ഡാറ്റയാണ് എഴുതാറ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്താണോ യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്, അവിടെ ടൈപ്പ് ചെയ്യുന്നത് എന്താണോ ആ ഒരു ഡാറ്റ ഏത് ടൈപ്പാണ് എന്നാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നമ്മൾ പേരിന് നേരെ അക്ഷരങ്ങളാണ് എഴുതാറ്. അതുകൊണ്ട് ടെക്സ്റ്റ് ഡാറ്റയാണ് ഇവിടെ വരിക. ലെങ്ത്ത് നമ്മൾ കൊടുക്കേണ്ടതില്ല. ലെങ്ത്ത് സാധാരണ 80 ലെങ്ത്തിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടത് മാറ്റേണ്ട ആവശ്യം നമുക്കിപ്പോൾ ഇല്ല. അതിനുശേഷം ആഡ് ടു ഫീൽഡ് ലിസ്റ്റ്, ഇതിൻ്റെ താഴെയുള്ള ആഡ് ടു ഫീൽഡ് ലിസ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഫീൽഡ് ലിസ്റ്റിലേക്ക് നെയിം ആഡ് ആവുന്നത് നമുക്ക് കാണാം.
ഇവിടെ ID നമ്മളോട് പറഞ്ഞിട്ടില്ല. ID വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. ID സെലക്ട് ചെയ്തതിന് ശേഷം താഴെയുള്ള റിമൂവ് ഫീൽഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ID അവിടെ നിന്ന് റിമൂവ് ആവുന്നത് നമുക്ക് കാണാം. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് വിഡ്ത്ത് ലെങ്ത് ആണ്. ഇവിടെ നമുക്ക് വിഡ്ത്ത് എന്ന് കൊടുക്കാം. ഓക്കെ, വിഡ്ത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വിഡ്ത്ത് എന്ന് പറയുമ്പോൾ അത് നമ്മൾ വീതിയാണ്. വീതി നമ്മൾ നമ്പറിലാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഹോൾ നമ്പർ എന്നാണ് കൊടുക്കുന്നത്. ടൈപ്പായിട്ട് നമ്മൾ ഹോൾ നമ്പർ കൊടുക്കുന്നു. ലെങ്ത് നമ്മളവിടെ മാറ്റം വരുത്തുന്നില്ല. 10 തന്നെയാണ് നമ്മളവിടെ കൊടുക്കുന്നത്. ഇനി അതിനുശേഷം ആഡ് ടു ഫീൽഡ് ലിസ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ വിഡ്ത്ത് ആഡ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ലെങ്ത് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നെയിമിൻ്റെ സ്ഥാനത്ത് ലെങ്ത് എന്ന് കൊടുക്കുന്നു. ലെങ്ത്തും വിഡ്ത്തിൻ്റെ പോലെ തന്നെ നമ്മൾ നമ്പറിലാണ്, സംഖ്യയിലാണ് എഴുതുക. അതുകൊണ്ട് ടൈപ്പ് ഇവിടെ ഹോൾ നമ്പർ തന്നെയാണ് വേണ്ടത്. ലെങ്ത്ത് നമ്മൾ ഇവിടെ മാറ്റം വരുത്തുന്നില്ല. ആഡ് ടു ഫീൽഡ് ലിസ്റ്റിലേക്ക് നമ്മളിത് ഉൾപ്പെടുത്തി ഫീൽഡ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുന്നു. ആഡ് ടു ഫീൽഡ് ലിസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫീൽഡ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുന്നു. ഇപ്പോൾ ഈ 3 ആട്രിബ്യൂട്ട്സും നമ്മളിവിടെ കൊടുത്തു വച്ചിട്ടുണ്ട്: നെയിം, വിഡ്ത്ത്, ലെങ്ത്ത്. ഇനി നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സാം എഴുതുമ്പോഴും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ആ വിൻഡോ ഫുൾ സൈസിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് പിന്നെ വിൻഡോ കാണണം എന്നില്ല. ആ ഒരു വിൻഡോ നമ്മുടെ ബോട്ടം പാനൽ, അതായത് അടിയിലെ പാനലിൽ വന്നിട്ടുണ്ടായിരിക്കും. അടിയിലെ പാനലിൽ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ഒരു സേവ് ലെയറേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ചില വിദ്യാർത്ഥികൾക്ക് തെറ്റ് പറ്റാറുണ്ട്. അവർ ആ വിൻഡോ ഓപ്പൺ ആയിട്ടില്ല എന്ന് വിചാരിച്ച് ഇത് ക്ലോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ ആ വിൻഡോ ഓപ്പണായി കാണണമെന്നില്ല. അടിയിലെ പാനലിലേക്ക് നോക്കുക. അടിയിലെ പാനലിൽ സേവ് ലെയറേഴ്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വിൻഡോ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഈ ലെയറിൻ്റെ പേരും നമ്മൾ സേവ് ചെയ്യേണ്ട ഫോൾഡറുമാണ് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് ലെയറിൻ്റെ പേരായി റിവർ എന്നാണ് കൊടുക്കേണ്ടത്. സേവ് ചെയ്യേണ്ടത് നമുക്ക് എക്സാം 10ലേക്ക് തന്നെ സേവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ റിവർ എന്ന് പേര് കൊടുക്കുന്നു. നെയിമിൻ്റെ സ്ഥാനത്ത് റിവർ എന്ന് പേര് കൊടുക്കുന്നു. അത് കൊടുത്തതിന് ശേഷം നമ്മൾ എക്സാം 10 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിൽ എക്സാം 10 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സേവിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഹൗസ് ലെയറിൻ്റെ തൊട്ട് മുകളിലായി റിവർ എന്ന ഒരു ലെയർ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചിലപ്പോൾ ലെയർ സെലക്ട് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ റിവർ ലെയർ വേറെ ഏതെങ്കിലും ഭാഗത്ത് വന്നിരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് റിവർ ലെയർ കണ്ടെത്തിയതിന് ശേഷം ഡ്രാഗ് ചെയ്ത് ഹൗസ് ലെയറിൻ്റെ മുകളിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് മുകളിലായി ക്രമീകരിക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ലെയറിൽ ഫോറസ്റ്റിൽ നിന്നും തുടങ്ങി വാർഡ് 3ൽ കൂടി കടന്നു പോകുന്ന ഒരു നദി അടയാളപ്പെടുത്തണം. അപ്പോൾ റിവർ വരക്കാനായി നമ്മൾ ആദ്യം റിവർ ലെയർ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം ടോഗിൾ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടൂള് ക്ലിക്ക് ചെയ്യണം. ടോഗിൾ എഡിറ്റിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് ഫ്യൂച്ചേഴ്സ് അവൈലബിൾ ആവും. ഇതിൽ ആഡ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ, ഈ ഒരു ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഫോറസ്റ്റിൽ നിന്ന് തുടങ്ങി വാർഡ് 3യിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ ഫോറസ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഈ ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ജസ്റ്റ് നമുക്ക് വേണ്ട ഭാഗത്തൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ലൈന് കംപ്ലീറ്റ് ചെയ്യുന്നു. കംപ്ലീറ്റ് ചെയ്യുന്ന സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് നെയിം, വിഡ്ത്ത്, ലെങ്ത്ത് എന്നിവ ചോദിക്കും. നമുക്ക് അവിടെ ചോദ്യത്തിൽ നമ്മൾ ഇന്നത് കൊടുക്കണം എന്നവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇഷ്ടത്തിന് ഇവിടെ പേര് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ റിവർ 1 എന്ന് കൊടുക്കുന്നു. അതുപോലെ വിഡ്ത്ത് ഒരു 50, അതുപോലെ ലെങ്ത്തും നമ്മളൊരു 800 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ലൈൻ അവിടെ ദൃശ്യമായി വന്നിട്ടുണ്ട്. ഇനി ഈ ലൈന് നമുക്ക് ഒന്ന് വിസിബിളായി കാണണമെങ്കിൽ നമുക്കിതിൻ്റെ ആട്രിബ്യൂട്ട്സ് മാറ്റേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി റിവർ ലെയർ നമ്മൾ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുന്നു. പ്രോപ്പർട്ടീസിൽ സ്റ്റൈലിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണ്. സ്റ്റൈലിലെ കളറ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അതുപോലെ തന്നെ വിഡ്ത്ത് നമുക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം. അപ്പോൾ ആ ലൈന് നമുക്ക് കാണാവുന്ന തരത്തിൽ വിഡ്ത്ത് നമ്മൾ കൂട്ടി കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ അപ്ലൈ ഓക്കെ കൊടുക്കുന്നു. അപ്ലൈ ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ആ റിവറിൻ്റെ ലൈന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ വിഭവ ഭൂപടം ഒരു ചിത്ര ഫയലായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന പേരിൽ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യാനാണ്.
അപ്പോൾ ഒരു ചിത്ര ഫയലായി സേവ് ചെയ്യാൻ നമ്മളോട് ഹിൻസിൽ പറഞ്ഞിട്ടുണ്ട് പ്രൊജക്റ്റ് സേവ് ആസ് ഇമേജ് എന്ന ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു QGIS സോഫ്റ്റ്വെയർ തുറന്ന് പ്രൊജക്റ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ സേവ് ആസ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ സേവ് ആസ് ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ പേരും അതുപോലെ ഫോൾഡറും സെലക്ട് ചെയ്ത് സേവിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ആണ് കൊടുക്കേണ്ടത്. നമ്മളിവിടെ Q2 അല്ലെങ്കിൽ G2 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഹോം ഫോൾഡറിലെ exam10 എന്ന് പറയുന്ന ഫോൾഡർ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വിൻഡോ മിനിമൈസ് ചെയ്തതിന് ശേഷം നമ്മളെ ചോദ്യവും ഒന്ന് മിനിമൈസ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ഹോം ഫോൾഡറിലെ exam10 എന്ന് പറയുന്ന ഫോൾഡർ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ചെയ്ത ഫയൽ ആ ഒരു ചിത്രം നമുക്കിവിടെ കാണാം. ഈ ഒരു വിൻഡോ നമ്മളൊന്ന് ചെറുതാക്കി വെച്ചതിന് ശേഷം നമ്മൾ ചെയ്തു വെച്ച ഫയൽ തുറന്നിട്ട് നമ്മൾ ഈ exam10 എന്ന് പറയുന്ന വിൻഡോയും ഇതിന് മുകളിലായി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് ഇൻവിജിലേറ്ററെ വിളിച്ച് കാണിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് QGISൽ നിന്നും വരാവുന്ന മറ്റൊരു ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കാം. A model of a resource map with file name localmap.qgis is provided in the folder QGIS projects in exam documents in home. Open the file in QGIS desktop software and do the following activities. Show the layer roads in the resource map. Change the color of ward 3 to blue. Save the resource map as an image file in the folder exam10 in home with your register number _ question number as file name. Hint: to save an image file, use the project save image option in the menu bar. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ഒരു വിഭവ ഭൂപടത്തിൻ്റെ മാതൃക ഹോമിലെ എക്സാം ഡോക്യുമെൻസിലുള്ള QGIS projects എന്ന ഫോൾഡറിൽ localmap.qgs എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ QGIS ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യുക. വിഭവ ഭൂപടത്തിലെ റോഡ്സ് ലെയർ പ്രദർശിപ്പിക്കുക. വാർഡ് 3 നൽകിയിരിക്കുന്ന നിറം മാറ്റി നീലയാക്കുക. ഈ വിഭവ ഭൂപടം ഒരു ചിത്ര ഫയലായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന പേരിൽ ഹോമിലെ exam10 ഫോൾഡറിൽ സേവ് ചെയ്യുക. സൂചന: ചിത്ര ഫയലായി സേവ് ചെയ്യുന്നതിന് QGIS സോഫ്റ്റ്വെയറിലെ മെനു ബാറിൽ നിന്നും പ്രൊജക്റ്റ് സേവ് ആസ് ഇമേജ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുക. ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ചോദ്യം മിനിമൈസ് ചെയ്യാം. അതിനുശേഷം ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ QGIS ഡെസ്ക്ടോപ്പ് എന്ന രീതിയിൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. സോഫ്റ്റ്വെയർ തുറന്നു വരുമ്പോഴുള്ള ഈ ടിപ്പ് ബോക്സ് നമുക്ക് ഓക്കെ കൊടുത്ത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമ്മളോട് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് QGIS പ്രൊജക്ട്സിൽ നിന്നും localmap.qgs എക്സാം ഡോക്യുമെൻസിലാണ് ഈ ഫോൾഡേഴ്സ് ഉള്ളത്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിനുവേണ്ടി പ്രൊജക്റ്റ് ഓപ്പൺ എന്ന രീതിയിൽ നമ്മൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഹോം ഫോൾഡറിൽ ഡെസ്ക്ടോപ്പിന് മുകളിലുള്ള ഹോം ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സാം ഡോക്യുമെൻസിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. QGIS പ്രൊജക്ട്സ് എന്ന് പറയുന്ന ഫോൾഡർ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അതിലും നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ localmap.qgs എന്നൊരു ഫയൽ കാണാം. അവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ താഴെ ഓപ്പണിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്തത് ഓപ്പൺ ആണ്. ഇവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കുന്നു. ഇവിടെ നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യേണ്ടത് വിഭവ ഭൂപടത്തിലെ റോഡ്സ് ലെയർ പ്രദർശിപ്പിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ റോഡ്സ് ലെയർ പ്രദർശിപ്പിച്ചിട്ടില്ല. ഇവിടെ ഈ ലെയർ ബോക്സിൽ ടിക്ക് മാർക്ക് ഇടുമ്പോഴാണ് റോഡ് ലെയർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ലെയർ ഇവിടെ പ്രത്യക്ഷമാവുന്നതും അപ്രത്യക്ഷമാവുന്നതും ഇവിടെ ടിക്ക് മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ റോഡ് ലെയർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാർഡ് 3 നൽകിയിരിക്കുന്ന നിറം മാറ്റി നീലയാക്കാനാണ്. ഇവിടെ വാർഡ് 3 ചുവപ്പ് കളറിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. വാർഡ് 3ൻ്റെ നിറം മാറ്റണമെങ്കിൽ നമ്മൾ ആദ്യം വാർഡ് 3യുടെ ലെയർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാർഡ് 3 എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വാർഡ് 3 നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലാണ്, ഒരു ടാബിലാണ് നമ്മൾ പോകേണ്ടത്. സ്റ്റൈലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂ കളർ സെലക്ട് ചെയ്യാം. ഈ ഒരു വിൻഡോയിൽ നിന്ന് നമ്മൾ ബ്ലൂ കളർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാം കളർ ബ്ലൂ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്ലൈ ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്ലൈ ബട്ടണിലും അതുപോലെ ഓക്കെ ബട്ടണിലും നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ വാർഡ് 3ൻ്റെ കളർ നമ്മൾ നീലയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഫയൽ
ചിത്ര ഫയലായിട്ട് സേവ് ചെയ്യാനാണ്. അതിനുവേണ്ടി പ്രൊജക്റ്റിൽ സേവ് ആസ് ഇമേജ് എന്ന ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് മെനുവിൽ സേവ് ആസ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പേര് കൊടുക്കുന്നു. ഈ _ ഇടേണ്ട കേസൊക്കെ നമ്മൾ മുന്നേ ചോദ്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒരിക്കൽ കൂടി പറയുകയാണ്. നമ്മൾ ഷിഫ്റ്റും അതുപോലെ തന്നെ ആൽഫബറ്റിൻ്റെ മുകളിലുള്ള മൈനസ് കീയുമാണ് നമ്മൾ _ ഇടാൻ വേണ്ടി ഒരുമിച്ച് അമർത്തിയിട്ടാണ് നമ്മൾ _ ഇടുന്നത്. ഇനി നമുക്ക് ഫോൾഡർ സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി ഡെസ്ക്ടോപ്പിൻ്റെ മുകളിലുള്ള ഹോം ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ exam10 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വിൻഡോ ഒന്ന് മിനിമൈസ് ചെയ്യുന്നു. അതിനുശേഷം ഹോം ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ചോദ്യം നമ്മളവിടെ വിസിബിളായി കിടക്കുന്നുണ്ടെങ്കിൽ അതും മിനിമൈസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ exam10 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ സേവ് ചെയ്ത ആ ഫയൽ ലഭ്യമാണ്. ഇനി നമുക്ക് നമ്മൾ ചെയ്തു വെച്ച ആ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. അതുപോലെ exam10 ഇതിന് മുകളിലായിട്ടൊന്ന് ക്രമീകരിച്ച് വെക്കാം. ഈ ഒരു ചെറുതാക്കി വെക്കാം. വിൻഡോ ഒന്ന് ചെറുതാക്കി ഇതിൻ്റെ മുകളിലായിട്ട് ക്രമീകരിച്ച് വെക്കാം. ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് ഇൻവിജിലേറ്ററെ വിളിച്ച് കാണിക്കാം.